അമ്മയുടെ ബർത്ത്ഡേയോടനുബന്ധിച്ച് ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് ട്ടോ. ഇത് വേറെ എവിടെയല്ല ട്ടോ. നമ്മുടെ സ്വന്തം ചെറായിലാണേ. അപ്പൊ ജസ്റ്റ് ഒന്ന് പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് പോയപ്പോഴാണ് നോക്കിയപ്പോഴത്തേനും ദാ നമ്മുടെ ഒരു പെറ്റ് ഷോ നടക്കുന്നത് കേട്ടോ അവിടെ. എനിക്കാണെങ്കിൽ ഒന്നാമത് തന്നെ പെറ്റ് ലവർ ആണ്. എന്നെ അറിയാവുന്നവർക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ പിന്നെ ഇതൊക്കെ ഞാൻ മിസ്സാക്കുവോ? ഇല്ല. അപ്പൊ ദാ ഒരുപാട് കുറേ പെറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ദേ ഇതെനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നി കേട്ടോ. അതായത് നമ്മള് ആ ഒരു കൂടിന്റെ അകത്തേക്ക് കേറ്റിട്ടുണ്ടല്ലോ, നമ്മുടെ കയ്യിൽ ഇതുപോലെയുള്ള കുറേ ധാന്യങ്ങളൊക്കെ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് സീഡ്സ് ഒക്കെ ഉണ്ടല്ലോ, ആ സീഡ്സ് ഒക്കെ തന്നു കഴിഞ്ഞാൽ ഈ പാരറ്റ്സ് ഒക്കെ തേണ്ടി ഇവിടെ വന്ന് നമ്മുടെ കയ്യിലിരുന്ന് ഇങ്ങനെ കൊത്തി കൊത്തി കഴിക്കണ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ പറന്ന് വന്നിരിക്കണ കാണാനും ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഈ തീറ്റ കൊടുപ്പിന്റെ ഇടയിൽ കുറച്ച് കുട്ടന്മാരെ ഞാൻ മൈൻഡ് ചെയ്യാൻ വിട്ടു കേട്ടോ. പെട്ടെന്ന് നോക്കിയപ്പോഴാണ് കണ്ടത് കുറേ റാബിറ്റ്സ് അവിടെ 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 ഇങ്ങനെ ഒളിച്ചിരിക്കുവാണ്. അതായത് നോക്കിയാൽ കണ്ട നല്ല രസമുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറേ അക്വേറിയം ഫിഷസ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നടന്നു പോകുന്ന ഏരിയയിൽ അതിൽ വഴിയിലൊക്കെ ഇതുപോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. രണ്ട് സൈഡിലും ഇതുപോലെ അക്വേറിയം പോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫിഷസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഓസ്കാറിൻ്റെ തന്നെ പല വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. കുറേയൊക്കെ എനിക്ക് പേരെന്നെ അറിയില്ല കേട്ടോ. അതാ ഈ മീനിൻ്റെയൊക്കെ എനിക്ക് പേരെന്നെ അറിയില്ല. ഇത് കണ്ടവർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിയാവുന്നവർ പേരറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ ഇതിൻ്റെ പേരെന്താണെന്നുള്ളത്. നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നിലത്തിങ്ങനെ കിടന്ന് ഉറങ്ങുകയാണോ അത് ഈ മീൻ ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും എല്ലാം കൂടി ഇങ്ങനെ കിടക്കണ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ലക്കി ഫിഷ് എന്ന് അറിയുന്ന മറ്റേ അരോണ, അതിൻ്റെ തന്നെ പല വെറൈറ്റീസ് കേട്ടോ. സിൽവർ ഉണ്ടായിരുന്നു, പിന്നെ ബ്ലാക്ക് മിക്സ്ഡ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ റെഡ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ കണ്ട പഞ്ചവർണ്ണ കിളികൾ വരെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. ഇങ്ങനെ കൊത്താണ്ടൊക്കെ ഇരുന്ന് വരുന്നുണ്ടായിരുന്നു. അത് ഞാൻ ആദ്യമായിട്ട് കേട്ടോ അങ്ങനെ കാണുന്നത്. നമ്മളുടെ പേരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ദാ ഇത് നമ്മുടെ ഫിലിം സ്റ്റാർ ആണെന്നാ പറഞ്ഞത് കേട്ടോ. ഏതോ ഒരു പടത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഇത്ര. അപ്പോൾ ദാ ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് പാമ്പുകളുടെ സെക്ഷൻ ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയില്ല കേട്ടോ. കാരണം അമ്മയ്ക്കും അമ്മാമ്മയ്ക്കും ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് ജൈൻറ്റ് ഫിഷസിൻ്റെയും പിന്നെ ഇതുപോലെ കുട്ടി കുട്ടി പാരറ്റ്സിൻ്റെയും സെക്ഷൻ ആയിരുന്നേ. പിന്നെ ഇത് ദാ അണ്ണാൻ്റെ വേറെ വെറൈറ്റി ആയിരുന്നു തോന്നുന്നു. പിന്നെ ഇത് ഗോൾഡിയൻ ഫിഞ്ചസ് കേട്ടോ. നമ്മുടെ വീട്ടിൽ കുറച്ച് ഫിഞ്ചസ് ഉള്ളതുകൊണ്ട് എനിക്ക് അതിൻ്റെ പേര് നന്നായിട്ട് അറിയായിരുന്നേ. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേനും അലിഗേറ്ററിൻ്റെ സെക്ഷനായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഒരു രസം ഉണ്ടായിരുന്നു, പിന്നെ ചെറിയൊരു പേടിയും ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അതിൻ്റെ വരവൊക്കെ കണ്ടിട്ടേ നല്ല ഭംഗിയുണ്ട്, എന്നാൽ കുറച്ച് പേടിയും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആക്ച്വലി ബ്ലാക്ക് കളർ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ അലിഗേറ്റർ. അതിങ്ങനെ വലുതാവുമ്പോഴാണോ എന്നറിയില്ല. ഇത് നല്ല വലിയ അലിഗേറ്റർ ആയിരുന്നു. വലുതാവുമ്പോഴാണെന്ന് അറിയില്ല, അതിങ്ങനെ ഒരു റെഡ് 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 പോലെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അത് എല്ലാ അലിഗേറ്ററിലും അങ്ങനെയാണോ അതത് വേറെ വെറൈറ്റി ആണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷേ എനിവേ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും അലിഗേറ്റേഴ്സിന് അത്രയും ഇത്രയും ജൈൻ്റ് ആയിട്ടുള്ള അലിഗേറ്റേഴ്സിനെ ഒന്നിച്ച് കാണണം കേട്ടോ. ചെറായിൽ വന്നിട്ട് സീ ഫുഡ് കഴിക്കാണ്ട് പോയാൽ എങ്ങനെയല്ലേ. അപ്പോൾ കുറച്ച് അടിപൊളി സീ ഫുഡ്സ് ഒക്കെ കഴിച്ചത് അമ്മ എന്തൊക്കെ ചപ്പടാച്ചി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹാപ്പി ആയിട്ട് അവിടെ നിങ്ങൾ മടങ്ങി. അപ്പോൾ കേട്ടോ, ബൈ.